ഇന്ത്യയിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ സാമ്പത്തികമായി ഇടത്തരക്കാരാണ്. അതായത് മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ ജനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിക്ക് പോയിട്ടും കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരാണ്. ഇതിനു പിന്നിലെ വലിയൊരു കാരണം നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെന്ന് ബന്ധുക്കളെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്താനായി ജോലി കിട്ടിയ ഉടനെ കാർ എടുക്കുന്നതും ലോൺ എടുത്ത് വലിയ വീട് വാങ്ങുന്നതുമാണ്. അവസാനം കുറച്ചു തുക മാത്രമേ മിച്ചം പിടിക്കാൻ കഴിയുകയുള്ളൂ. പിന്നെയുള്ള ജീവിതം മുഴുവൻ ഈ കടബാധ്യതകൾ തീർക്കാനായി ഒഴിഞ്ഞു വെക്കേണ്ടി വരും. അതിനിടയിൽ മക്കളുടെ പഠനവും പിന്നെ അവരും ഇതേ മിഡിൽ ക്ലാസ് ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ടതായി വരും. പക്ഷേ പാരമ്പര്യമായി തന്നെ സ്വത്തുള്ള ചില ആളുകൾ ആവശ്യമില്ലാത്ത ചിലവുകളൊക്കെ ഒഴിവാക്കി ഉള്ള പണം കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ കടക്കണിയിൽപ്പെട്ട് എപ്പോഴും മിഡിൽ ക്ലാസ് ആയി തുടരുന്നത് പണം കൈകാര്യം ചെയ്യുന്നതിൽ പറ്റുന്ന ചില തെറ്റുകൾ മൂലമാണ്. ഈ തെറ്റുകൾ കാരണം അവർക്ക് സാമ്പത്തിക ഭദ്രത നേടാൻ കഴിയാതെ വരുന്നു. ഇത്തരത്തിലുള്ള 8 തെറ്റുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ തെറ്റുകൾ എന്തൊക്കെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവ തിരുത്തിക്കൊണ്ട് നിങ്ങൾക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതിനൊരു തുടക്കം എന്ന നിലയ്ക്ക് ഈ വീഡിയോയുടെ താഴെ യെസ് ഐ ആം റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ നിങ്ങളെ സഹായിക്കും. നമ്പർ 1, ആഡംബര വിവാഹങ്ങൾ. വിവാഹം എന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. പക്ഷേ അതിനുപരിയായി ഇതൊരു ചടങ്ങ് മാത്രമായി ഒതുക്കാതെ അത്യാവശ്യം ആർഭാടവും ആഡംബരവും ഒക്കെ കാണിച്ചു നടത്തുക എന്നത് നമ്മുടെ ഒരു നാട്ടു നടപ്പാണ്. കല്യാണത്തിന് മുമ്പുള്ള പ്രീ വെഡിങ് ഫോട്ടോഷോട്ട് മുതൽ വസ്ത്രം, ആഭരണം, സദ്യ, റിസപ്ഷൻ എന്നിങ്ങനെ എത്രയധികം പണമാണ് ഓരോ സാധാരണക്കാരനും ചിലവാക്കുന്നത് എന്ന് വിവാഹത്തെ അടിസ്ഥാനമാക്കി നിലനിൽക്കുന്ന ബിസിനസ്സുകൾ നേടിയ വളർച്ചയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇന്ന് കാലത്ത് സമ്പന്നരായ ആളുകൾ മാത്രമല്ല വിവാഹത്തിനു വേണ്ടി അനാവശ്യമായി പണം ചെലവാക്കുന്നത്. ഇടത്തരക്കാർ പോലും ലോണും മറ്റും എടുത്ത് ഉള്ള സമ്പാദ്യം മുഴുവൻ ചിലവിട്ടുകൊണ്ടാണ് കല്യാണ ചടങ്ങുകൾ ആഘോഷമാക്കി മാറ്റുന്നത്. നാട്ടുകാരും ബന്ധുക്കളും പിന്നീട് കുറ്റം പറയാൻ പാടില്ലല്ലോ. പക്ഷെ എത്ര തന്നെ പണം ചിലവിട്ടാലും അവസാനം അവർ എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും കണ്ടെത്തും. അതുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം വിളിച്ച് ചെറിയ രീതിയിൽ കല്യാണങ്ങൾ നടത്തുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വലിയ രീതിയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണം. എല്ലാം നിങ്ങളുടെ ബജറ്റിനുള്ളിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു ദിവസത്തെ കല്യാണം കൊണ്ട് ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യവും തീർന്നു പോകും. അടുത്ത പോയിന്റിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ സമ്പത്ത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനമായ ഒന്നാണ് നമ്മുടെ ആരോഗ്യം. ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനും ഉണ്ടാക്കിയ പണം കൊണ്ട് സന്തോഷമായി ജീവിക്കാനും കഴിയുകയുള്ളൂ. പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യം ഒരു പരിധിവരെ മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിനെ ആശ്രയിച്ചിരിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ക്ഷീണം തോന്നുകയും എത്ര തന്നെ എക്സസൈസ് ചെയ്താലും നിങ്ങളുടെ മസിൽസ് ഡെവലപ്പ് ആവാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഈ ഹോർമോൺ തന്നെയാണ് ഫേഷ്യൽ ഹെയർ, പിബർട്ടി ഹെയർ, ഡീപ് പിച്ചഡ് വോയിസ് പോലെയുള്ള പൗരുഷത്തിന്റെ അടയാളമായ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ ഇംബാലൻസ് കൊണ്ട് മസ്കുലർ ഡൈസ്ട്രോഫി, സെക്ഷൽ വീക്ക്നെസ്, ലോ എനർജി, മുടി കൊഴിച്ചിൽ തുടങ്ങി ഗൈനോകോമസ്റ്റിയ അതായത് സ്ത്രീകളെ പോലെ മാറിടം വളരുന്നതുവരെ ഉണ്ടാകാം. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റർ അവൈലബിൾ ആണ്. പക്ഷേ അതിൽ നിന്നും തികച്ചും നാച്ചുറലായ ഒന്ന് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പല സൈഡ് എഫക്ട്സും ഉണ്ടാവും. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മാൻഷുവർ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റർ സപ്ലിമെന്റ് ആണ്. ഇത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ 100% നാച്ചുറലാണ്. അത് നിങ്ങളുടെ ടി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് പുറമെ സെക്സ് ഡ്രൈവ് ഇംപ്രൂവ് ചെയ്യുകയും ബോൺ ഡെൻസിറ്റി, ഇമ്മ്യൂണിറ്റി എന്നിവ വർദ്ധിപ്പിക്കുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഗോക്രു ബാഡയാണ്. ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടാൻ മാത്രമല്ല യൂറിനറി ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പറയുന്നത് 1500 മില്ലിഗ്രാം ഓഫ് ഗോക്രു കൺസ്യൂം ചെയ്ത പുരുഷന്മാർക്ക് കൂടുതൽ സ്റ്റാമിനയും സെക്ഷൽ സാറ്റിസ്ഫാക്ഷനും വർദ്ധിച്ചു എന്നാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് സേഫ്ഡ് മുസ്ലി എന്ന ആൻഷ്യന്റ് ആയുർവേദിക് ഹെർബാണ്. ഇത് മസിൽ ഗ്രോത്തിനും ലിബിഡോ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ ഇതിലുള്ള അശ്വഗന്ധ എന്ന ഹെർബും നാച്ചുറലി ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യുന്നു. ഈ സപ്ലിമെന്റ്സ് കൂടാതെ ഇതിലുള്ള മാക്ക, മാക്യുനാപ്യൂരിയൻസ്, ട്രിബുലസ് ടെറസ്ട്രിയസ് എന്നിവ മെയിൽ പവറും സ്ട്രെങ്ത്തും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ മെഡിക്കലി സേഫായി നാച്ചുറലി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ബെസ്റ്റ് സപ്ലിമെന്റ് ആണ് മാൻഷുവർ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റർ സപ്ലിമെന്റ്. ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് അമിത ഉപഭോഗം. ഇന്ന് കാലത്ത് എന്തിനും ഓൺലൈനായി ഓർഡർ കൊടുത്ത് വീട്ടിലിരുന്നാൽ മാത്രം മതി. ഓൺലൈൻ ഫുഡ് ഡെലിവറി,
ഓൺലൈൻ ഗ്രോസറി ഷോപ്പിംഗ് എന്നുവേണ്ട വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തും നിങ്ങൾക്ക് ഫോണിൽ ഒരു ക്ലിക്ക് വഴി വാങ്ങിക്കാം. ഇന്ത്യ ലോകത്തെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊമേഴ്സ് മാർക്കറ്റാണ്. ഇവിടെ 800 മില്യൺ കസ്റ്റമേഴ്സ്, അതായത് 80 കോടി ഉപഭോക്താക്കളാണുള്ളത്. ഓരോ വർഷവും ഓൺലൈനായി 124 ലക്ഷം കോടി രൂപയിൽ കവിഞ്ഞ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഇതിൽ 60% വാങ്ങുന്നത് വലിയ നഗരങ്ങളിൽ ഉള്ളവരല്ല, മറിച്ച് ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ളവരാണ്. ഇവിടെയുള്ള 80% ആളുകളും മിഡിൽ ക്ലാസ് ആണ്. തൊട്ടടുത്തുള്ള കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തി എല്ലാം ഓൺലൈനായി ഓർഡർ ചെയ്യുന്ന ശീലം ഒരുപാട് മലയാളികൾക്കുണ്ട്. വിദേശമൊക്കെ ഈ ഒരു സംവിധാനം വരാൻ കാരണം അവിടെ ഇത്ര അധികം കടകൾ ഒന്നുമില്ലാത്തതാണ്. പക്ഷേ ഇവിടെ ഓൺലൈൻ ഡെലിവറി അത്ര ആവശ്യമുള്ള ഒന്നല്ല. നിങ്ങൾക്ക് ആഹാരം ഓൺലൈനായി ഓർഡർ ചെയ്യുമ്പോൾ ബില്ലിൽ 100 മുതൽ 150 രൂപ വരെ കൂടുതലായി ഈടാക്കുന്നു. വില കൂടുന്നു എന്ന് മാത്രമല്ല, വീട്ടിലിരുന്നു കൊണ്ട് എല്ലാം വാങ്ങാനുള്ള എളുപ്പം മൂലം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും വാങ്ങിക്കൂട്ടുന്ന പ്രവണതയുണ്ട്. ഇതാണ് കമ്പൽസീവ് ബൈയിങ് അഥവാ അമിത ഉപഭോഗം. ഓൺലൈനായി ഓരോന്നും വാങ്ങാൻ ഓരോ മാസവും എത്ര തുക ചിലവാക്കുന്നു എന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം കൃത്യമായി മനസ്സിലാവും. അതുകൊണ്ട് ഓൺലൈൻ ഡെലിവറി ആപ്സ് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. നമ്പർ 3, സ്റ്റാറ്റസിന് വേണ്ടി ബ്രാൻഡിന് പുറകെ പോകുന്ന ശീലം. ഇന്ന് കാലത്ത് ബ്രാൻഡഡായ വസ്ത്രം, ഷൂസ്, ബാഗ് എന്നിവയ്ക്ക് ഒരു സ്റ്റാറ്റസ് സിംബലായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് സാധാരണക്കാർ പോലും അവരുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി വില കൂടിയ വലിയ ബ്രാൻഡ് നെയിമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. ഈ ഒരു ട്രെൻഡ് സെലിബ്രിറ്റീസും സിനിമാ താരങ്ങളും കൊണ്ടുവന്നതാണ്. പക്ഷേ അവരുടെ ജീവിതശൈലി, പ്രൊഫഷൻ എന്നിവ ഇത്തരത്തിൽ ബ്രാൻഡഡ് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്ത് സമ്പാദിക്കുന്ന രീതിയാണ്. പക്ഷേ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ പോലും ഇന്ന് ബ്രാൻഡഡുകൾക്ക് പുറകെ പോയി പൈസ കളയുകയാണ്. പക്ഷെ ശരിക്കും സമ്പന്നരായ സ്റ്റീവ് ജോബ്സിനെ പോലുള്ള ആളുകൾ ഒരിക്കലും ഇത്തരത്തിൽ വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ച് നടക്കാറില്ല. കാരണം അവർക്ക് അവരുടെ സ്റ്റാറ്റസ് കാണിക്കാൻ ഒരു ബ്രാൻഡ് നെയിമിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ബ്രാൻഡ് മാത്രം നോക്കി വില കൂടിയ സാധനങ്ങൾ വാങ്ങാതെ കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ തരുന്ന ഇന്ത്യൻ ബ്രാൻഡ്സ് ഉപയോഗിക്കുക. 4, കടക്കിണി. വീടിനും കാറിനും എന്ന് വേണ്ട വീട്ടു സാധനങ്ങൾ വാങ്ങാൻ വരെ ലോൺ കിട്ടുന്ന കാലമാണിത്. ഇന്ത്യയിലെ 67% ആളുകളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പേഴ്സണൽ ലോൺസ് എടുക്കുന്നു എന്നാണ് ഒരു സർവേ വഴി കണ്ടെത്തിയത്. ഇതിൽ ഭൂരിപക്ഷവും മിഡിൽ ക്ലാസ് കുടുംബങ്ങളാണ്. ഇത് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. പക്ഷെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്ത് 10 മുതൽ 12% പലിശ കൂടിയാവുമ്പോൾ നിങ്ങളുടെ കീശ കാലിയാവും. നിങ്ങൾ പലിശയായി കൊടുക്കുന്ന കാശ് എവിടെയെങ്കിലും SIP ആയി നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം സ്വരൂപിക്കാൻ കഴിയും. അതുകൊണ്ട് കടമെടുക്കുന്ന ശീലം മാറ്റി പണം മിച്ചം പിടിച്ചുകൊണ്ട് കടക്കണിയിൽ വീഴുന്ന അപകടം ഒഴിവാക്കുക. നമ്പർ 5, പഠനത്തിന് വേണ്ടിയുള്ള അമിതമായ ചിലവ്. മിക്ക മിഡിൽ ക്ലാസ് കുടുംബങ്ങളും അവരുടെ മക്കളെ ഡോക്ടർ, എഞ്ചിനീയർ എന്നിങ്ങനെയുള്ള വലിയ വലിയ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാനായി വിടും. ഇല്ലാത്ത പണം കണ്ടെത്തിയും ലോൺ എടുത്തും ഒക്കെ അവരെ പഠിപ്പിക്കും. പക്ഷെ കുട്ടികൾക്ക് താല്പര്യമില്ലാതെയാണ് അവരെ ഇതിന് വിട്ടതെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തലത്തിലേക്ക് ഉയരാൻ അവർക്ക് കഴിയില്ല. ഇനി ഒരുപാട് കാശ് മുടക്കി ഒരു ഡിഗ്രി എടുത്തതുകൊണ്ട് മാത്രം അവർക്ക് ഉയർന്ന വരുമാനം ഉണ്ടാക്കാനാവില്ല. അധികം കാശ് മുടക്കാതെ തന്നെ പഠിച്ച് നല്ല ശമ്പളമുള്ള ജോലി വാങ്ങാൻ ഒരുപാട് സാധ്യതകൾ ഇന്ന് കാലത്തുണ്ട്. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ല ബുക്കുകൾ വായിച്ചും ഓൺലൈനായും ഒക്കെ സ്വയം പഠിക്കാൻ പറ്റും. പഠിക്കാൻ വേണ്ടി ഒട്ടും കാശ് ചിലവാക്കരുത് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ചിലവാക്കുന്ന പണത്തിന് ഉള്ള മൂല്യം ഈ വിദ്യാഭ്യാസത്തിനുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത വീട്ടിലുള്ള ആളുടെ മകൻ എഞ്ചിനീയറിംഗിന് പോകുന്നത് കൊണ്ട് നീയും അതിന് തന്നെ പോകണം എന്ന് മക്കളോട് പറയാതെ അവരെ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോഴ്സ് പഠിക്കാൻ അനുവദിക്കുക. നമ്പർ 6, കാർ ലോൺ. വീടും വിദ്യാഭ്യാസവും കഴിഞ്ഞാൽ ഏറ്റവും വലിയ കടബാധ്യത കാർ വാങ്ങുന്നതാണ്. ഇവിടെ കാർ വാങ്ങാൻ വേണ്ട പണം മാത്രമല്ല, പെട്രോളിന്റെ വിലയും കൂടി കണക്കിലെടുക്കണം. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വരും, അതിനെ പറ്റിയ കാർ നിങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ വാങ്ങുക. പക്ഷേ ഈ കാർ നിങ്ങളെ ഒരു കടക്കിണിയിലാക്കുന്ന തരത്തിലാവരുത്. നമ്പർ 7, സാമ്പത്തിക തട്ടിപ്പുകൾ. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് പണം നേടാനുള്ള വഴികൾ തേടി പോകുന്ന ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈനായി ഒരുപാട് സാമ്പത്തിക തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഇതിൽ വീട്ടിലിരുന്ന് പണം നേടാൻ പറ്റുന്ന ജോലികളുടെ പേരിലുള്ള തട്ടിപ്പ്, ഇൻവെസ്റ്റ്മെന്റ് സ്കാംസ്, ബെറ്റിംഗ് ഗെയിംസ് എന്നിങ്ങനെയുള്ള പല വ്യാജ സ്കീമുകളും ഉൾപ്പെടുന്നു. നമ്മളിൽ കുറേ ആളുകൾ ഇത്തരക്കാരെ വിശ്വസിച്ച് കയ്യിലുള്ള പണം അവരെ ഏൽപ്പിക്കുന്നു. അവർ വളരെ വിദഗ്ധമായി നിങ്ങളെ പറ്റിച്ച് പണം തട്ടിയെടുക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഇത്തരം കുരുക്കുകളിൽ ചെന്ന് വീഴരുത്. നമ്പർ 8, ചിലവ് കഴിഞ്ഞ് മാത്രം നിക്ഷേപിക്കുന്ന ശീലം. സാധാരണക്കാരായ ആളുകൾ എപ്പോഴും ചിലവെല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന തുക മാത്രമാണ് നിക്ഷേപിക്കുന്നത്. പക്ഷേ സമ്പന്നരായ ആളുകൾ നിക്ഷേപമെല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന പണം മാത്രം ചിലവാക്കുന്ന ശീലമുള്ളവരാണ്. അവർ സമ്പാദ്യത്തിന് മുൻഗണന കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ സമ്പന്നരാകുന്നു. നമ്മൾ കിട്ടുന്ന പണം മുഴുവൻ ചിലവാക്കി എങ്ങും എത്താതെ ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ഉള്ള പണത്തിൽ ഒരു ഭാഗം മാറ്റിവെക്കുന്ന ശീലം തുടങ്ങണം. ചിലവ് ചുരുക്കി ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി വെക്കാൻ കഴിയുകയുള്ളൂ.